കായംകുളത്ത് വഴിയോര കച്ചവടം നടത്തുന്ന തമിഴ്നാട് സ്വദേശിനിയെ പണം നൽകാതെ കബളിപ്പിച്ചു വാഹനത്തിൽ കടന്നവരെ പിടികൂടാനായിട്ടില്ല. വാഹനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും വാഹനത്തിന്റെ ദൃശ്യങ്ങളിൽ വ്യക്തതയില്ലാത്തത് പോലീസിനെ കുഴപ്പിക്കുന്നു. പളനിയിൽ നിന്നെത്തി തീർത്ഥം പൊഴിച്ചാലുമൂട് ജംഗ്ഷന് സമീപം പഴങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരിയെ പണം നൽകാതെ രണ്ടംഗ സംഘം കബളിപ്പിക്കുകയായിരുന്നു. പഴങ്ങൾ വിൽക്കുന്ന തമിഴ്നാട് സ്വദേശിനിയാണ് കബളിപ്പിക്കലിന് ഇരയായത്. കായംകുളം തീർത്ഥം പൊഴിച്ചാലുമൂടിന് സമീപം വഴിയോര കച്ചവടം നടത്തുന്ന ഇവരെ മാരുതി വാനിലെത്തിയ സംഘമാണ് പണം നൽകാതെ കബളിപ്പിച്ചത്. പേരയ്ക്ക, മാങ്ങ, സപ്പോർട്ട എന്നിവയാണ് മാരുതി വാനിലെത്തിയ രണ്ടംഗ സംഘം ഇവരിൽ നിന്നും വാങ്ങിയത്. 2000 രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിയത്. തുക പറഞ്ഞപ്പോൾ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. തുടർന്ന് ഫോൺ പേയുടെ ബാർകോഡ് എടുക്കുവാൻ കച്ചവടക്കാരി തിരിഞ്ഞപ്പോഴേക്കും സംഘം വാഹനമോടിച്ച് കടന്നുകളയുകയായിരുന്നു. വാഹനം കടന്നുപോകുന്ന ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിലും വാഹനത്തിന്റെ നമ്പർ വ്യക്തമല്ല. വേനിലെ 2 ആൾക്കാർ വന്ന് സാധനം കേട്ട് പേരക്ക, സപ്പോട്ട, മാമ്പഴം എല്ലാ സാധനം വാങ്ങി பணம் கேட்டதுக்கப்புறம் ஜிபே இருக்குதான்னு கேட்டு ஜிபே கேட்க இருக்குன்னு சொல்லி எடுத்து காமிக்கிறதுல வண்டி எடுத்துகிட்டு போய் 2000 ரூபாய்க்கு வாங்கி மதிய உச்சைக்கு 2 ஆள். நம்பர் தெளிவாக தெரியலை, கார் மட்டும் பார்த்து நம்பர் இல்லை. இங்கே 5 வருஷமாக கச்சவடம். மாம்பழம், சப்போட்டா, பேரக்காய், ஓமக்காய் எல்லாமே. இதுக்கு முதல் எப்போயுமே இந்த மாதிரி சம்பவம் நடந்ததே இல்லை. இதுதான் முதல் தடவை விலைக்கு வாங்கிட்டு வர்றது. പളനി മാർക്കറ്റിൽ. കായംകുളം പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. പളനിയിൽ നിന്നുള്ള സംഘങ്ങളാണ് നഗരത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ പഴങ്ങളും മറ്റും കച്ചവടം ചെയ്യുന്നത്. റോഡരികിൽ പഴങ്ങൾ നിരത്തി വെച്ചാണ് ഇവരുടെ കച്ചവടം. സ്ത്രീകളടക്കമുള്ള തമിഴ്നാട് സംഘം സ്വദേശത്തു നിന്നും പഴങ്ങളും മറ്റും ശേഖരിച്ച് ഇവിടേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ചക്കുളത്തുകാവിൽ താമസിച്ചാണ് ഈ കച്ചവടക്കാരി അടക്കമുള്ള സംഘം കായംകുളത്തും പരിസര പ്രദേശത്തും കച്ചവടം നടത്താൻ എത്തുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവിടെ തങ്ങൾ വിൽപ്പന നടത്താറുണ്ടെങ്കിലും ആദ്യമായാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടായതെന്ന് ഇവർ പറയുന്നു. പ്രതികളെ പോലീസ് ഉടൻ തന്നെ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. CDNet ന്യൂസ്, കായംകുളം.